ഹായ് ഗൈസ്, കാറ്റത്തെ കിളിക്കൂട് പ്രമോയിലേക്ക് സ്വാഗതം. അങ്ങനെ ചുറ്റുവട്ടത്തുള്ള ഹോസ്റ്റലെല്ലാം കയറി ഇറങ്ങിയിട്ടും ആധാർ കാർഡ് ഇല്ലെന്ന കാരണത്താൽ അവിടെയൊന്നും അഡ്മിഷൻ കിട്ടുന്നില്ല നിധിക്ക്. നിധിയും സുധീഷും നിരാശയോടെ വീട്ടിൽ തിരിച്ചു വരുന്നു. അപ്പോഴും നിധിയുടെ ചിന്ത മുഴുവൻ എങ്ങനെയെങ്കിലും ഹോസ്റ്റൽ തരപ്പെടുത്തണം, പഠിത്തം തുടരണം എന്നു തന്നെയാണ്. നിധി സ്റ്റെപ്പിൽ ഒറ്റയ്ക്ക് ഇരുന്നിങ്ങനെ ആലോചിക്കുമ്പോൾ സുഭാഷും സുധീഷും വരുന്നുണ്ട്. സുഭാഷിനെ കണ്ടതും നിധി ചാടി എഴുന്നേറ്റ്, സുഭാഷ് ഏട്ടൻ എനിക്കൊരു വാടക വീട് ശരിയാക്കി തരുമോ? ഒരു മുറിയായാലും മതി എന്ന് ചോദിക്കുന്നു. അതിന് സുഭാഷ്, അത്ര തിരക്ക് പിടിച്ച് നോക്കണോ എന്ന് ചോദിച്ചതും വേണം എന്ന് പറഞ്ഞ് നിധി അവിടെ നിന്നും പോകുന്നു. അപ്പോ സുധീഷിന് ആകെ ടെൻഷനായി. പതുക്കെ എന്തെങ്കിലും പറഞ്ഞ് സുഭാഷിനെ വൈകിക്കാനുള്ള പ്ലാൻ ആലോചിച്ചിട്ട് സുഭാഷിനോട് പറയുന്നത്, ഞങ്ങൾ തമ്മിലുള്ള ഇഷ്ടം ഡെവലപ്പ് ചെയ്ത് വരണമെങ്കിലേ അവൾ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവണ്ടേ. അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായാലല്ലേ അവൾക്ക് ഇവിടെ കഴിയണമെന്ന് തോന്നൂ. അവള് തന്നെ എന്നോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഒരാള് ശരിക്കും ഒരു ഇഷ്ടം തോന്നിയാൽ, അത് ആഗ്രഹിച്ചാൽ, അത് നേടിയെടുക്കാൻ ഈ ലോകം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കുമെന്ന്. അന്നേരം ഒരു കാർ വന്ന് വീടിന്റെ മുന്നിൽ നിൽക്കുന്നു. അതിൽ നിന്നും ഒരു പോലീസുകാരനും വല്യച്ഛനും ഇറങ്ങി വരുന്നു. അത് കണ്ട് വീടിന്റെ ഉള്ളിൽ നിന്നും ഭാസ്കരനും സുഭാഷും ഇറങ്ങി വന്നു. പോലീസിനെ കണ്ടതും ഭാസ്കരന് തെല്ലും പേടി കൂടാതെ പറഞ്ഞു തുടങ്ങി, അപ്പോ തള്ളിയിട്ട് ഇത്തിരി ആഞ്ഞു തള്ളിയിരുന്നുവെങ്കിൽ എവിടെയെങ്കിലും നിന്ന് തല പൊട്ടി വീണ് ഭൂമിക്ക് തല പൊട്ടിയേനെ. ഭൂമിക്ക് ഭാരമായി നടക്കുന്ന നിന്നിയൊക്കെ ചത്താലേ എനിക്ക് സന്തോഷമാകൂ എന്ന്. ഇത് കേട്ടിട്ടും വല്യച്ഛൻ ഒന്നും മിണ്ടാതെ നിൽക്കുന്നു. ജീപ്പിൽ നിന്ന് 3-4 പോലീസുകാർ ഇറങ്ങി ഭാസ്കരനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നു. ഇത് നോക്കി നിധിയും മറ്റുള്ളവരും വിഷമിച്ചു നിൽക്കുന്നതോടെയാണ് പ്രമോ അവസാനിപ്പിക്കുന്നത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു എപ്പിസോഡിന്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.